ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള പഞ്ഞി പോലെ എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് മിൽക്ക് സ്പോഞ്ച് കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള, അതായത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം മുട്ടയൊന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റർ ഇല്ലാത്തവരാൾക്കാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. പൊടിച്ച പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നവരെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട ചെറുതായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസൊക്കെ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഒരു സോസ്പാനിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 60 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി ആ പാല് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ബട്ടർ മെൽറ്റായിട്ട് പാല് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കിത് അരിച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. ബേക്കിംഗ് സോഡ ഈ ഒരു കേക്കിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് തിക്കാവും. ആ സമയത്താണ് നമ്മൾ ഇപ്പോൾ ചൂടാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും പാലിൻ്റെയും കൂടെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഹോട്ട് മിൽക്ക് സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂടോടെയാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പാൽ അടിഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഹോട്ട് മിൽക്ക് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് ഇവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടിഭാഗത്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കേക്ക് നമുക്ക് ടീ കേക്കായിട്ടും എടുക്കാം, അതുപോലെ ഐസിങ് ചെയ്യാനും എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. അതോടൊപ്പം നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.